ഇതൊരു ഗോൾഡൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് നമ്മൾ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ ഇലക്ട്രോണിക് വണ്ടികളുടെ അതിപ്രസരം തന്നെ കാണാൻ കഴിയും. ഒരു EV കാറോ ബൈക്കോ എടുക്കണമെന്ന് നിങ്ങൾ തന്നെ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടില്ലേ? പണ്ടൊക്കെ പെട്രോൾ പമ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഇന്ന് മാറി ചിന്തിക്കുകയാണ്. അതേ EV ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ EV വിൽപ്പന ഫൈനാൻഷ്യൽ ഇയർ 2025 17% വർദ്ധിച്ചത്. അത് വലിയൊരു കുതിപ്പാണ്. 2025 കഴിയുന്നതോടെ EV മാർക്കറ്റ് 20%-ലധികം വളർച്ച പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ ഈ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മാറ്റങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 26,000 പബ്ലിക് EV ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട്. പക്ഷേ CIA റിപ്പോർട്ട് പറയുന്നു 2030 കുറഞ്ഞത് 1.3 ബില്യൺ സ്റ്റേഷനുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്നാണ്. അതായത് 13.2 ലക്ഷം സ്റ്റേഷനുകൾ. ഇനി കേരളത്തിലാണെങ്കിലും EV രജിസ്ട്രേഷൻ 30% വർദ്ധിച്ചിരിക്കുന്നത്. ഒരു EV ചാർജിംഗ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിന് സ്ഥലം, സ്കെയിൽ, ചാർജർ ടൈപ്പ് എന്നിവയെ ആശ്രയിച്ച് 2 ലക്ഷം മുതൽ 2 കോടി രൂപയൊക്കെ ചെലവാകാം. അല്ലെങ്കിൽ ടാറ്റ പവർ, ചാർജ് മോഡ്, സ്റ്റാറ്റിക് പോലുള്ള വലിയ കമ്പനികളുമായി പാർട്ണർഷിപ്പ് ചെയ്ത് ഫ്രാഞ്ചൈസി മോഡലുകളിലും നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ കഴിയും. തീർന്നില്ല, സർക്കാർ ചെലവ് കുറയ്ക്കാനും ധാരാളം സഹായം നൽകുന്നുണ്ട്. കേരള EV പോളിസി വഴി ഓരോ ചാർജറിനും 25% സബ്സിഡിയും FAME II PM E-Drive പദ്ധതികൾ വഴി GST ഇലക്ട്രിസിറ്റി ബില്ലിൽ നികുതി ഇളവും ലഭിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ കൊച്ചിയോ കോഴിക്കോടോ പോലുള്ള ഒരു ടയർ 2 സിറ്റികളിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സെറ്റപ്പ് ചെയ്തും പല ബ്രാൻഡുകൾ അഡ്വർടൈസിംഗ് വാങ്ങിയും കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. ബംഗളൂരു പോലുള്ള ടയർ 1 സിറ്റികളിലാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൂടുകയുള്ളൂ.